എമ്പുരാനോട് കാവിക്കലി എന്തിന്? സംഘപരിവാർ ഭരണകാലത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിടാൻ നടത്തപ്പെടുന്ന ശ്രമങ്ങൾ രാജ്യത്ത് വ്യാപകമായി നടക്കുകയാണ്. ഭ്രാന്ത് പിടിച്ച അധികാര ദുർബോധങ്ങളെ തുറന്നു കാട്ടുമ്പോൾ ക്രൂദ്ധനായ കണ്ടാമൃഗത്തിന്റെ ഭാവത്തോടെ അധികാരത്തിന്റെ അഹന്തയിൽ സർഗസൃഷ്ടികളെ ഉന്മൂലനം ചെയ്യാൻ സംഘപരിവാർ പടയെ തുറന്നുവിടുന്ന നെറികേടിനെ എന്ത് പേരിട്ട് വിളിക്കണം? ഗുജറാത്ത് കലാപത്തിലെ നരോപാട്യ കൂട്ടക്കൊലയും ഗോദ്ര ലഹളയും കൂട്ടി ഇന്നിന്റെ രാഷ്ട്രീയവും കൃത്യമായി വിലയിരുത്തപ്പെടുന്ന സിനിമയെ ഈ സംഘപരിവാർ സംഘങ്ങൾ എന്തിനു ഭയക്കണം? സിനിമ ഇറങ്ങിയ ആ ദിവസം തന്നെ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ KP ശശികല തൊടുത്തുവിട്ട ശരാഗ്നി ഏറ്റുപിടിച്ച് എമ്പുരാനെതിരെ ശൂലവും വാളുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സംഘപരിവാർ സംഘങ്ങൾ. ഒരു സിനിമയെ അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ പോലും ഭയക്കുന്ന നിങ്ങളുടെ ഈ കലികാലം നിങ്ങൾ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ്. മോദി എന്ന സൂര്യന്റെ പ്രഭാവത്തിന് പിന്നിലെ രക്തച്ചൊരിച്ചിലും കബന്ധ കൂമ്പാരവും വർഗീയ തീയും തുറന്നു കാട്ടുമ്പോൾ അസഹിഷ്ണുക്കളായി പുലഭ്യം പറയാനും കലിതുള്ളാനും മുന്നിട്ടിറങ്ങുമ്പോൾ ഒന്ന് പുറകോട്ട് ചിന്തിക്കുന്നത് നല്ലതാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ തണലിൽ നിന്നും ഗാന്ധിഘാതകനായ നാഥുറാം ഗോഡ്സെയെ വെളുപ്പിക്കാൻ സംഘപരിവാർ ഇതേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് ഉപയോഗിച്ചത്. 2019 പുറത്തിറങ്ങിയ ദി ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമ മൻമോഹൻ സിംഗിനെതിരെ പുറത്തിറക്കിയപ്പോൾ സംഘപരിവാറിന്റെ ഈ നിരീക്ഷണം എവിടെയായിരുന്നു? അതുപോലെ കേരള സ്റ്റോറി പറഞ്ഞ രാഷ്ട്രീയത്തെ ഹിന്ദുത്വവാദികൾ എന്തുമാത്രം പാടി പുകഴ്ത്തി. എമ്പുരാൻ സിനിമ ഇറങ്ങിയപ്പോൾ പക്ഷേ അത് സംഘപരിവാരങ്ങളെ ചില്ലറയൊന്നുമല്ല ചൊടിപ്പിക്കുന്നത്. ഗുജറാത്തിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന രണ്ട് വ്യക്തികളെ ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും ഇന്ത്യയുടെ ഭരണം പിടിച്ചെടുക്കാനും വേണ്ടി സംഘപരിവാരങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്ത കലാപങ്ങൾക്ക് കണക്കില്ല. നരോപാട്യ കലാപത്തെക്കുറിച്ച് എമ്പുരാനിൽ പറയുമ്പോൾ 3 പേരുകൾ നമുക്ക് ഓർക്കാതെ പറ്റില്ല. സഞ്ജീവ് ഭട്ട്, ഹരേൺ പാണ്ഡ്യ, ജസ്റ്റിസ് ലോയ. കള്ളക്കേസ് ചുമത്തി ഭരണകൂടം കാരാഗൃഹത്തിലടച്ച മുൻ ഗുജറാത്ത് IPS ഉദ്യോഗസ്ഥൻ സഞ്ജയ് ഭട്ടിനെ നിരന്തരം വേട്ടയാടി നരേന്ദ്രമോദിയും മോദിയുടെ സർക്കാരും. ഗുജറാത്ത് കലാപത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന് രഹസ്യമൊഴി കൊടുത്തതാണ് ഹരേൺ പാണ്ഡ്യ. 2003 ഒരു പ്രഭാത നടത്തത്തിനിടയിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ജസ്റ്റിസ് ലോയ, ബിജ് ഗോപാൽ ഹർകിഷൻ ലോയ. സൊഹ്റാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ അമിത്ഷാ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതും കോടതിയിൽ ഹാജരാകണമെന്ന് നിർബന്ധം പറഞ്ഞതും ജസ്റ്റിസ് ലോയ ആയിരുന്നു. ഷാ കേസിൽ ഹാജരാകേണ്ട ദിവസത്തിന് മുമ്പേ ലോയ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അഖ്ലാബ് കേസിൽ സംഘപരിവാരത്തിനെതിരായിരുന്ന ഉത്തർപ്രദേശ് പോലീസ് ഓഫീസർ സുബോധ് കുമാർ, ഡോക്ടർ MM കൽബുർഗി, ഗൗരി ലങ്കേഷ്, ഹേമന്ത് ഹാക്കരെ ഇവരൊക്കെ ഹിന്ദുക്കളായിരുന്നു. പക്ഷേ ഇവരൊക്കെ സംഘപരിവാര പ്രത്യയശാസ്ത്രത്തിന് എതിരായിരുന്നു. ഇവരെയും ദാരുണമായി കൊലപ്പെടുത്തി. അങ്ങനെ ഈ സംഘപരിവാറിന്റെ നരഹത്യകളുടെ നിഗൂഢ രഹസ്യങ്ങൾ ചികഞ്ഞവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്ന മോദിയും ഷായും എമ്പുരാൻ സിനിമ പറയുന്ന യാഥാർത്ഥ്യങ്ങളെ ഭയക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട. കാരണം തങ്ങളുടെ പ്രൊപ്പഗണ്ട കൊണ്ട് അധികാരങ്ങൾ പിടിച്ചെടുക്കുകയും അതിൽ അഭ്രമിച്ച് വാഴുകയും ചെയ്യുമ്പോൾ ഈ വാഴുന്ന രാജാക്കന്മാരുടെ പിന്നിലെ രക്തച്ചൊരിച്ചിലിന്റെ ചരിത്രം ചികയാൻ അവർ അനുവദിക്കില്ല. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേൽ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം നടത്തിയ നിരീക്ഷണം വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. വിമർശനങ്ങൾ സ്വന്തം അധികാരത്തിനും പദവിക്കും എതിരാണെന്ന് ചിന്തിക്കുന്നവരുടെയോ എപ്പോഴും അരക്ഷിതാവസ്ഥ തോന്നുന്നവരുടെയോ നിലവാരം വെച്ച് ഒരു വ്യക്തിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അളക്കരുതെന്ന് കോടതി പറഞ്ഞു. വ്യക്തികളുടെയും ഒരു കൂട്ടം ആളുകളുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യം ആരോഗ്യമുള്ള സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യ ഘടകമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യമില്ലെങ്കിൽ ഭരണഘടനയുടെ 21ാം അനുച്ഛേദത്തിൽ ഉറപ്പു തരുന്ന അന്തസ്സുറ്റ ജീവിതം നയിക്കാൻ കഴിയില്ല. ആരോഗ്യമുള്ള ഒരു ജനാധിപത്യത്തിൽ കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും അഭിപ്രായങ്ങളെയും മറ്റൊരു കാഴ്ചപ്പാട് കൊണ്ട് മാത്രമേ എതിർക്കാനാവൂ എന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിൽ BJPയുടെ പുതിയ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത രാജീവ് ചന്ദ്രശേഖർ ഈ അപവാദങ്ങളിൽ വെട്ടിലായിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഒരു വശത്ത് തന്റെ സുഹൃത്തായ സിനിമയുടെ നായകനുമായ മോഹൻലാലിന് ആശംസ അറിയിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പുറത്ത് സംസ്ഥാനത്ത് പാർട്ടിയിലെ പലരും എമ്പുരാനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത് BJPക്കകത്ത് ഒരു തർക്കത്തിന് ഇടം നൽകി. ഹിന്ദു ഐക്യവേദിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ RSS മുഖപത്രമായ ദി ഓർഗനൈസറിൽ എമ്പുരാൻ സിനിമയ്ക്ക് ഹിന്ദുവിരുദ്ധ രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നും അത് ചരിത്ര വസ്തുതകളെ ബോധപൂർവം വളച്ചൊടുക്കുകയാണെന്നുമുള്ള വിമർശനവും വന്നതും ഒക്കെ ഈ സിനിമയോടുള്ള ഇവരുടെ അസഹിഷ്ണുതയാണ് വ്യക്തമാക്കുന്നത്.
ഒരു പക്കാ പാൻ ഇന്ത്യൻ മാസ് സിനിമയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഇത്ര പച്ചക്ക് രാഷ്ട്രീയം പറയാൻ ധൈര്യം കാണിച്ച മുരളി ഗോപിക്കും പൃഥ്വിരാജിനുമാണ് ഇന്നത്തെ കയ്യടി. മലയാള സിനിമ ലോക സിനിമയോളം വളർന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പോലും നമ്മുടെ രാജ്യത്ത് ഇത്രയും അസഹിഷ്ണുക്കളായ ഒരുപറ്റം സംഘപരിവാർ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഹനിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു എന്നതിൽ നമുക്ക് പേടി തോന്നേണ്ടിയിരിക്കുന്നു. ആവിഷ്കാര സ്വാതന്ത്ര്യം, സർഗാത്മകത എന്നൊക്കെ കേൾക്കുമ്പോൾ കലി തുള്ളുന്ന ഒരു പറ്റം ഹിന്ദുത്വവാദികളുടെ ഈ ഹാലിളകൾ നമുക്ക് ഇന്ത്യക്ക് പേടിയോടെയേ നോക്കിക്കാണാൻ കഴിയുള്ളൂ. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യം ഹനിക്കുന്ന വർഗീയ അജണ്ടയുടെ ഉത്തംഗ സംഘത്തിൽ നിന്ന് BJP ഇന്ത്യയെ നോക്കിക്കാണുമ്പോൾ ജനം തിരിച്ചു പറയും, BJP ഞങ്ങൾക്ക് വേണ്ട, ഈ ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്.